ഹലോ, നമ്മൾ വയനാടിൻ്റെ രാഷ്ട്രീയ മനസ്സിൽ എന്ത് എന്നാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കൽപ്പറ്റയിലെ യുവാക്കൾക്കും യുവതികൾക്കും എന്താണ് പറയാനുള്ളത്? കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളിൽ MCJ മാസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസമുള്ള ഏക കോളേജാണ് എനിക്ക് പിന്നിൽ കാണുന്ന NMSM ഗവൺമെൻറ് കോളേജ് കൽപ്പറ്റ. നമ്മളിപ്പോൾ കൽപ്പറ്റ കോളേജിലാണുള്ളത്, ഞാനും നമ്മളുടെ പ്രിയപ്പെട്ട ജാക്കിയും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്. രാഹുൽ റാണി രാജ ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ലാത്ത BJP സ്ഥാനാർത്ഥി ആർക്കൊപ്പമാണെന്ന് നമുക്ക് നോക്കാം. ചലോ ചലോ ജാക്കി, കം ഓൺ. ഓക്കെ, ഹായ്. കുതിരപ്പുറത്ത് കയറി ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? കയറിയിട്ടുണ്ട്. റൈഡ് അറിയോ? റൈഡ് ചെയ്യാൻ അറിയാന്ന് ചോദിച്ചാൽ അത് പോവല്ലോ, അപ്പൊ മേലെ ഇരുന്നാ പോരെ? അത് പോരാ, അതോ എന്റെ വഴിക്ക് പോവും. എന്താ പേര്? നവ്യ, ഡിപ്പാർട്ട്മെന്റ് മാസ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇവിടുത്തെ ചെയർമാൻ ഇവിടെ വന്നോട്ടെ. ഈ ചെയർമാനെ കണ്ടാൽ നമ്മുടെ പ്രണവ് മോഹൻലാലിനെ പോലെ കണ്ടില്ലേ എന്ന് പറയണത് ചുമ്മാ ഇരിക്കണം. പക്ഷേ എങ്കിലും ലുക്ക് ലൈക്ക് ഹിം. ഓക്കെ, ആര് ജയിക്കണം നമ്മുടെ വയനാട്ടിൽ നിന്ന്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ UDF ജയിക്കുന്നില്ല ഞാൻ പറയുള്ളൂ. അതെ, എന്തുകൊണ്ട്? വൈ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇതിനു മുന്നേ രാഹുൽ ഗാന്ധി ആയിരുന്നു. രാഹുൽ ഗാന്ധി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, വയനാടിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ജയിക്കണം എന്നേ പറയുള്ളൂ. പിന്നെ രാഹുൽ ഗാന്ധി എന്നുള്ളൊരു ആള് വെറും വയനാട്ടിൽ മാത്രമായിട്ടുള്ള ഒരാളല്ല, നാഷണൽ തലത്തില് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്, വ്യക്തിയാണ്. ഞാൻ രാഹുൽ ഗാന്ധിയുടെ വലിയൊരു ഫാനാണ്. ഓക്കെ, രാഹുൽ ഗാന്ധിയുടെ ഫാനാണ് വയനാട്ടിലെ ആൾക്കാരെന്നാണ് പറയുന്നത്. ഇസ് ഇറ്റ് ട്രൂ? എനിക്ക് ഫാനാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും വികസനം വരുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 51% ഓഫ് അറ്റൻഡൻസ് മാത്രമേ രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ടുള്ളൂ, പാർലമെന്റിൽ. ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വേണ്ടിയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്ക് കൃത്യമായിട്ട് ഒരിക്കലും പറയാൻ സാധിക്കും. അതെ, ആനിരാജയ്ക്കൊപ്പം തന്നെ. നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് LDF ഭരണം നടക്കുന്നത് കൊണ്ട് നമുക്കറിയാം. റോഡുകളായിക്കോട്ടെ, നമ്മുടെ പാലങ്ങളായിക്കോട്ടെ, ബാക്കിയുള്ള ജനങ്ങൾക്ക് പെൻഷൻ ആയിക്കോട്ടെ, അതുപോലെയുള്ള പെൻഷൻ. രാഹുൽ ഗാന്ധി എന്നുള്ളൊരു വ്യക്തി വെറും വയനാട്ടിൽ മാത്രമായിട്ടല്ല, നമുക്കറിയാം നമ്മുടെ ഏറ്റവും മെയിൻ പ്രശ്നമായിട്ട് ഇപ്പൊ ഇന്ത്യയിൽ ഉള്ളത് എന്താ? BJP ഗവൺമെന്റ്. അല്ല, എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന പറഞ്ഞാൽ ഇവിടുത്തെ LDF അടുത്തല്ല. കാരണം നമ്മൾ മത്സരിക്കുന്നത് ഇപ്പൊ നോക്കുകയാണെങ്കിൽ രാജ്യം ഭരിക്കുന്നത് BJP സർക്കാരാണ്. BJP സർക്കാരിനോട് മല്ലിട്ട് നിൽക്കുന്ന രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ചെറിയ വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത്? BJPയുടെ എതിരാണ് നിൽക്കുന്നത്, BJPക്ക് എതിരാണെന്നുള്ളത് ചെയർമാൻ ഇപ്പോൾ സംസാരിക്കണ്ടായി. പക്ഷെ എന്തുകൊണ്ട് വയനാട് പോലത്തെ ഒരു കോൺഗ്രസിന് എപ്പോഴും ഉറച്ച മണ്ഡലം എന്ന് പറയുന്നത്, അതേപോലെ BJP ശേഷിയില്ലാത്തൊരു മണ്ഡലം തന്നെ പറയാം. നമ്മുടെ വയനാട് ജില്ലയിലുള്ള കുട്ടികൾ മിക്കവരും തന്നെ നീറ്റ് എക്സാം, ഗേറ്റ് എക്സാം പോലെയുള്ള എക്സാം ചുരമിറങ്ങി കോഴിക്കോട് ജില്ലയിലെ പോയിരുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ കാരണമാണ് ഒരു യൂത്തിനൊരു മികച്ച നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഉറപ്പായിട്ടും അവരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട് രാഹുൽ. തീർച്ചയായും നിങ്ങളെയൊക്കെ ഇൻസ്പയർ ചെയ്യുന്നില്ലേ രാഹുൽ ഗാന്ധി? ഇൻസ്പയർ ചെയ്യുന്നില്ലേ? മുരളീധരൻ MP ആണെങ്കിൽ വടകര മണ്ഡലത്തിൽ പിന്നെ മുൻ MPമാരെ അപേക്ഷിച്ചിട്ട് വടകര മണ്ഡലത്തിൽ MPക്ക് ഒരു പേരുണ്ടാക്കിയെടുത്തത് മുരളീധരൻ MP ആണ്. രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ അനിരാജ. എന്താ വൈ അനിരാജ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇടതുപക്ഷത്തിന് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്തുകൊണ്ടും രാഹുൽ ഗാന്ധി വന്നല്ലോ, ഇനിയിപ്പോൾ അനിരാജ എന്താ ചെയ്യണേ നോക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, വയനാട് മണ്ഡലത്തിൽ മത്സരം കടുക്കും. ആനി രാജയാണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സുണ്ട് വയനാടിന്. പക്ഷേ ഭൂരിപക്ഷം കൂടുമോ കുറയുമോ, അതാണ് ഇനി അറിയേണ്ടത്. വയനാട്ടിൽ നിന്ന് വശ്വേധം യാത്ര ഇനി കോഴിക്കോട്ടേക്കാണ്. വീണ്ടും നാളെ നമുക്ക് കാണാം കോഴിക്കോട്ട് അങ്ങാടിയിൽ വെച്ച്. ചാലോ ജാക്കി.